ചില നേരങ്ങൾ വരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ സമ്പത്തോ, നമ്മുടെ പഠനമോ, നമ്മുടെ സ്വാധീനമോ, നമ്മുടെ കുടുംബ പേരോ, നമ്മൾ നേടിയെടുത്തൊന്നും നമുക്ക് തുണയ്ക്കെത്താത്ത ഒരു നേരം വരും. ഒരു കാര്യം അറിയാവോ? 4 സുവിശേഷങ്ങളിൽ ഒരു സ്ത്രീയെ കയറി ഈശോ മകളെ എന്ന് വിളിക്കുന്ന ഏക ഭാഗം ഇതാണ്. ഒരു പക്ഷേ 12 വർഷത്തിന് മുമ്പേ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൾ, സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവൾ, റിജക്ഷന്റെ പെയിൻ, ഒഴിവാക്കപ്പെടുന്നതിന്റെ, മാറ്റി നിർത്തപ്പെടുന്നതിന്റെ പെയിൻ കൊണ്ടു നടക്കുന്നവളെ കർത്താവ് എന്ത് ചെയ്തു? കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടവളെ ദൈവത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാക്കുകയാണ്, ഗോഡ്സ് ഫാമിലിയുടെ ഭാഗമാക്കുകയാണ്. ജഡം ജഡത്തെ തൊട്ടു, ഫ്ലഷ് ടച്ച്ഡ് ഫ്ലഷ്, ഫെയ്ത്ത് ടച്ച്ഡ് ക്രൈസ്റ്റ്. ജഡം ജഡത്തെ തൊട്ടു, വിശ്വാസം മിശിഹായെ തൊട്ടു. മിശിഹായെ തൊട്ടവൾ സൗഖ്യമുള്ളവളായി. അവന്റെ പഞ്ചമുറിവുകളിൽ നിന്ന്, അവന്റെ നെഞ്ചിലെ തിരുവിലാവിലെ മുറിവിൽ നിന്ന് ഒഴുകുകയല്ലേ, കൃപ ഒഴുകുകയല്ലേ. ആ കൃപയുടെ ഒഴുക്കാണ് ഇവിടെ കാണുന്നത്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ 12 ഞായർ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം. ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 26 മുതൽ 32 വരെയുള്ള വാക്യങ്ങളും. രണ്ടാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും. മൂന്നാമത്തെ വായന ഗലാത്യ ലേഖനത്തിന്റെ 5-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും. ഒടുവിൽ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 41 മുതൽ 56 വരെയുള്ള വാക്യങ്ങളുമാണ്. ലൂക്കാ സുവിശേഷം 8-ാം അധ്യായം 41 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്യ ലേഖനം ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. മറ്റ് 2 വായനകളും നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകും. ഇന്ന് നമ്മൾ കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് സുവിശേഷ ഭാഗത്തിലേക്കാണ്. പൊതുവേ നമ്മളൊരു ത്രെഡ് കണ്ടെത്താനാണ് കൂടുതൽ ശ്രമിക്കാറുള്ളത്. പക്ഷേ ഇന്നത്തെ സുവിശേഷ ഭാഗം ഇന്ന് നമ്മളിൽ ഒട്ടനവധി പേര് കടന്നു പോകുന്ന പല വിധത്തിലുള്ള സങ്കടങ്ങളുമായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് ശ്രമിച്ചു നോക്കാം. രക്തസ്രാവക്കാരി സ്ത്രീ സുഖപ്പെടുന്നതും ജൈറോസിൻ്റെ മകളെ ഈശോ ഉയർപ്പിക്കുന്നതുമായ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. ഇന്നലെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം കാര്യമായിട്ടിരുന്ന് പഠിച്ചു. അതുപോലൊരു പഠനത്തിന് ഒരുങ്ങിയാൽ രസമായിട്ട് സുവിശേഷം ഇന്ന് പഠിക്കാം. ഒരു പേനയും പേപ്പറും ഒക്കെ എടുത്തു വെക്കാൻ പറ്റുമെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ബൈബിളിൻ്റെ സൈഡിലാണെങ്കിലും കുറിച്ചിട്. നമുക്കറിയാം, ഈ ലൂക്കായുടെ സുവിശേഷം കരുണയുടെ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. ഗോസ്പൽ ഓഫ് മേഴ്സി. മാർജിനലൈസ്ഡ് ആയി പോയവരോട്, പെരിഫറീസിൽ ജീവിക്കുന്നവരോട്, സ്ത്രീകളോട്, ദരിദ്രരോട് ഒക്കെ പ്രത്യേക ഒരു അനുഭാവം കാണിക്കുന്ന സുവിശേഷമാണ് ഈ ലൂക്കായുടെ സുവിശേഷം. അത് ഇന്നത്തെ വായനയിലും വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ 2 പേരാണ്. ഒന്ന്, ജൈറോസ് കർത്താവിൻ്റെ സഹായം തേടി വരുന്നു. 2, രക്തസ്രാവക്കാരി സ്ത്രീ അവരുടെ 12 വർഷത്തെ രോഗാവസ്ഥയിൽ ഇപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ തോന്നുന്നു ഇതിനകത്ത് ഒരാൾ ഭയങ്കര സോഷ്യലി പ്രോമിനൻ്റ് ആണല്ലോ. ആര്? ജൈറോസ്. മറ്റവൾക്കല്ലേ അല്പം ബുദ്ധിമുട്ടുള്ളേ. ഫസ്റ്റ് വൺ സോഷ്യലി പ്രോമിനൻ്റ് ആണ്. ആര്? ജൈറോസ്. പക്ഷേ മരണമുഖത്ത് ബലഹീനനായിട്ട് നിൽക്കുകയാണ്. പവർലെസ് അറ്റ് ദ ഫേസ് ഓഫ് ഡെത്ത്. ഹീ സോഷ്യലി പ്രോമിനൻ്റ് ബട്ട് പവർലെസ് അറ്റ് ദ ഫേസ് ഓഫ് ഡെത്ത്. നമ്മളിൽ പലരും ഇങ്ങനെയാണേ. ചില നേരങ്ങൾ വരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഉണ്ട്, ആളുകൾ നോക്കുമ്പോൾ ഉണ്ട്, എന്തിൻ്റെ കുറവാ ചുറ്റുമുള്ളവർ നോക്കുമ്പോൾ. പക്ഷെ ചില ഘട്ടങ്ങൾ വരും ജീവിതത്തിൽ, കൂട്ടിയാൽ കൂടാത്ത നേരം വരും. നമ്മുടെ സമ്പത്തോ, നമ്മുടെ പഠനമോ, നമ്മുടെ സ്വാധീനമോ, നമ്മുടെ കുടുംബ പേരോ, നമ്മൾ നേടിയെടുത്തൊന്നും നമുക്ക് തുണയ്ക്കെത്താത്ത ഒരു നേരം വരും. നമ്മൾ പവർലെസ് ആയിട്ട് നിന്ന്. അത്തരം ഒന്നാണ് ജൈറോസിന് സംഭവിച്ചത്. അയാൾ ഹീസ് സോഷ്യലി പവർഫുൾ, പക്ഷെ കർത്താവിൻ്റെ ഒരു സഹായം തേടി വരികയാണ്. മറ്റൊരാൾ, ഒരുപാട് പേർക്ക് ഇനി അവളോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആരോട്? രക്തസ്രാവക്കാരി സ്ത്രീയോട്. അവൾ സോഷ്യലി ഈ പറഞ്ഞ കണക്ക് മാറ്റി നിർത്തപ്പെട്ടവളാണ്. സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ടവളാണ്. റിച്വലി അൺക്ലീൻ ആണ് അവൾ എന്ന് വിധിക്കപ്പെട്ടവളാണ്. ഒപ്പം തന്നെ ഒറ്റപ്പെട്ട് കഴിഞ്ഞ 12 വർഷമായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ. അവൾ കർത്താവിനെ തേടി വരുന്നു. ഈ ഭാഗം
മനസ്സിരുത്തി നന്നായിട്ട് വായിക്കണം. ഈശോ യാത്രയിലാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ കണ്ടിന്യൂസ് യാത്രയാണ്. ഈശോ അടങ്ങിയിരിക്കുകയില്ല, ഈശോ യാത്രയിലാണ്. ഈശോ ജനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു, ഈശോ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നു, ഈശോ കുരിശിലേക്ക് യാത്ര ചെയ്യുന്നു. യാത്രാമധ്യേയാണ്. ഇതാ ഇപ്പോൾ ജയറോസിൻ്റെ വീട്ടിലേക്ക് ഈശോ യാത്ര ചെയ്യുന്നു. യാത്രാമധ്യേയാണ് രക്തസ്രാവക്കാരി സ്ത്രീ കയറി വരുന്നത്, ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ ഒരു കാഴ്ച കാണും. എവരി ഇൻറ്ററപ്ഷൻ ഈസ് എൻ ഒക്കേഷൻ ഓഫ് ഗ്രേസ്. കർത്താവിൻ്റെ യാത്രയിൽ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നവരൊക്കെ കൃപയുടെ പാത്രങ്ങളായിട്ട് മാറുകയാണ്. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാണ്. കർത്താവിനെ ഒന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണ്, ശരിയാണ്, ഇടയ്ക്കോട്ടൊന്ന് കയറുകയാണ്. പക്ഷേ അവിടെയാണ് കൃപ ചാനൽ കീറി നമ്മളിലേക്ക് എത്തുന്നത്. ഈ ഭാഗത്തെ വിളിക്കുന്നത് അതൊരു മെത്തേഡാണ്. ഇതൊരു സാൻഡ്വിച്ച് നറേറ്റീവാണ്. സാൻഡ്വിച്ച് അറിയാമല്ലോ, ഒരു ബ്രെഡ്, താഴെ ഒരു ബ്രെഡ്, അതിൻ്റെ മേളിൽ നമ്മൾ ഫില്ലിങ് വെക്കുന്നു, അതിൻ്റെ മേളിൽ ഒരു ബ്രെഡ്, സാൻഡ്വിച്ച്. അതുപോലെയാണ് ഈ ഭാഗം. കാരണം മുകളിലും താഴെയും ജയറോസ് എപ്പിസോഡ്. ആദ്യം ജയറോസ് ആണ് സീനിലേക്ക് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആരെ വെച്ചിരിക്കുന്നു? രക്തസ്രാവക്കാരി സ്ത്രീയെ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും ഈ ഭാഗം വെച്ച് തന്നെ. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഒരാളെ, രണ്ടു പേർക്കും ഹീലിംഗ് ആണ് കിട്ടുന്നത്. ഒരാളെ രഹസ്യമായിട്ടാണ് സൗഖ്യം നടക്കുന്നത്, സൗഖ്യം നേരത്തെ രഹസ്യമായിട്ട്, മറ്റൊരാളെ പബ്ലിക്കായിട്ട്, ഒരാളെ വഴിയിൽ, ഒരാളെ വീടിനകത്ത്, ഒരാളുടെ ശരീരത്തിൻ്റെ ക്ലേശം മാറ്റുന്നു, ഒരാളെ മരണത്തിൽ നിന്ന് തന്നെ ഉയർപ്പിക്കുന്നു. അപ്പോൾ ഈ സാൻഡ്വിച്ച് മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ മറ്റൊരു പഴയ നിയമത്തിൻ്റെ ഒരു പ്രവചനം, അവസാനത്തെ പുസ്തകത്തിൻ്റെ ഒരു പ്രവചനം പൂർത്തിയാകുന്ന സുന്ദരമായൊരു കാഴ്ചയുണ്ട്. നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയ ഒന്ന്. മലാക്കി പുസ്തകം എടുത്തേ. മലാക്കി പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം, അവസാനത്തെ താളാണ്, പഴയ നിയമത്തിൻ്റെ അവസാനത്തെ താള്. ഇവിടെ അതെടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ വീണ്ടും ലൂക്കാസ് സുവിശേഷത്തിലേക്ക് വരണം. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 44-ാമത്തെ വാക്യം, 8:44, പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ, ഫ്രിഞ്ചസ് എന്നാണ്, ഫ്രിഞ്ചസ്, വസ്ത്രത്തിൻ്റെ അറ്റത്ത് വിളുമ്പിൽ അവൾ സ്പർശിച്ചു. ഇനി രസമുള്ളൊരു കാര്യം അറിയാമോ? മലാക്കി 4:2, എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. ഫ്രിഞ്ചസ്, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും, നിറഞ്ഞ് നിങ്ങൾ തിരിച്ചു. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്താ? നിറഞ്ഞ് പാല് കുടിച്ച് നിറഞ്ഞു വരികയാണ്. അപ്പോൾ നീതി സൂര്യൻ്റെ നമ്മൾ കാണുന്ന ചിറകിൽ തൊടും, ഈ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊടും. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും, നിറഞ്ഞ് കവിഞ്ഞ് ആത്മസംതൃപ്തി നിങ്ങൾ ആഘോഷിക്കും. ഇവിടെ മറ്റൊരു കാര്യമുള്ളത് 46-ാമത്തെ, ഞാൻ ചതറിച്ച് പറയുകയാണ് കേട്ടോ. ഇന്നലത്തെ പോലെ തന്നെയാണ് ഈ ബൈബിൾ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇങ്ങനെ ചതറിച്ച് പറയുന്നതാണ്. നിങ്ങളതിനെ ഒരു ധ്യാനമാക്കി, ഒരു പ്രസംഗമാക്കി, ഒരു വായനയാക്കിയൊക്കെ നിങ്ങൾ എടുക്കുക. 46-ാമത്തെ വാക്യം ഈശോ പറയുന്നു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്നറിയുന്നു. ഈ ഭാഗത്തെ കണക്ട് ചെയ്യുന്നത് ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 6:11. എന്താ അത്? ആത്മദാനം. അവൻ തന്നെ ചെറുതാക്കി, തന്നെ കൊടുത്തു. ആത്മദാനം, സെൽഫ് ഗീവിങ്, അതിൻ്റെ ലക്ഷണമല്ലേ കാണിച്ചത്? കർത്താവിൽ നിന്ന് ശക്തി പുറത്തേക്ക് ഒഴുകുകയാണ്. ഈ ആത്മദാനമല്ലേ കുരിശിൽ നമ്മൾ കാണുന്നത്? അവൻ്റെ പഞ്ചമുറിവുകളിൽ നിന്ന്, അവൻ്റെ നെഞ്ചിലെ തിരുവിലാവിലെ മുറിവിൽ നിന്ന് ഒഴുകുകയല്ലേ, കൃപ ഒഴുകുകയല്ലേ? ആ കൃപയുടെ ഒഴുക്കാണ് ഇവിടെ കാണുന്നത്. ഇനിയൊരു വാക്യമുള്ളത് 48-ാമത്തെ വാക്യം. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഒരു കാര്യം അറിയാവോ? 4 സുവിശേഷങ്ങളിൽ ഒരു സ്ത്രീയെ കയറി ഈശോ മകളെ എന്ന് വിളിക്കുന്ന ഏക ഭാഗം ഇതാണ്. സുവിശേഷങ്ങളിൽ ഈശോ ഒരു സ്ത്രീയെ മകളെ എന്ന് വിളിക്കുന്ന ഏക ഭാഗം ഇതാണ്, ഡോട്ടർ. എന്താ അതിൻ്റെ അർത്ഥം? ഒരു പക്ഷേ 12 വർഷത്തിന് മുമ്പേ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൾ, സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവൾ, മാറ്റി നിർത്തപ്പെട്ടവൾ, റിജക്ഷൻ്റെ പെയിൻ, ഒഴിവാക്കപ്പെടുന്നതിൻ്റെ, മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെ പെയിൻ കൊണ്ടു നടക്കുന്നവളെ കർത്താവ് എന്ത് ചെയ്തു? കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടവളെ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാക്കുകയാണ്, ഗോഡ്സ് ഫാമിലിയുടെ ഭാഗമാക്കുകയാണ്. മകളെ എന്ന് വിളിച്ച് റീഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതിനെക്കുറിച്ചാണ് ഇവാഞ്ചലി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കത്ത് ഇവാഞ്ചലി ഗൗതിയമിൻ്റെ 3-ൽ പറയുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ ആനന്ദാനുഭവം. ഇവാഞ്ചലി ഗൗതിയം ആക്ച്വലി സുവിശേഷത്തിൻ്റെ ആനന്ദമാണ്. ഈ ആനന്ദാനുഭവം നമുക്കുണ്ടാകുന്നത് എൻകൗണ്ടർ വിത്ത് ജീസസ്, കർത്താവുമായുള്ള കണ്ടുമുട്ടലിലാണ് യഥാർത്ഥ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നത്. എന്നിട്ട് പറയുകയാണ്, കർത്താവിൻ്റെ ഒരു നോട്ടം പോലും, ഈവൻ ഹിസ് ഗെയ്സ്, അവൻ്റെ നോട്ടം പോലും വിൽ റീസ്റ്റോർ അവർ ഡിഗ്നിറ്റി, നമ്മുടെ മഹത്വത്തെ
വീണ്ടും നമുക്ക് തിരിച്ചു നൽകുമെന്ന്. കർത്താവുമായുള്ള കണ്ടുമുട്ടൽ, ആ കണ്ടുമുട്ടലിൽ അവൻ്റെ നോട്ടം, ആ നോട്ടം നമ്മുടെ മഹത്വത്തെ നമുക്ക് തിരിച്ചു നൽകും. പക്ഷേ ഇതൊരു ആൾക്കൂട്ടത്തിനല്ല കേട്ടോ ഈ സൗഖ്യം കിട്ടിയത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. ഒത്തിരി പേര് തിക്കിക്കൂടി ഈശോയുടെ പുറകെ ഉണ്ടായിരുന്നല്ലോ. അവർക്ക് ആർക്കും ഈശോയിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കാൻ പറ്റിയില്ലല്ലോ. അതിനെക്കുറിച്ച് അഗസ്തിനോസ് പുണ്യാളം പറയുന്നത് ഇങ്ങനെയാണ്: ഫ്ലഷ് ടച്ച്ഡ് ഫ്ലഷ്. ഫ്ലഷ്, ജഡം ജഡത്തെ തൊട്ടു. ഫ്ലഷ് ടച്ച്ഡ് ഫ്ലഷ്. ഫെയ്ത്ത് ടച്ച്ഡ് ക്രൈസ്റ്റ്. ജഡം ജഡത്തെ തൊട്ടു, വിശ്വാസം മിശിഹായെ തൊട്ടു. മിശിഹായെ തൊട്ടവൾ സൗഖ്യമുള്ളവളായി. മിശിഹായെ തൊട്ടവൾ സൗഖ്യമുള്ളവളായിട്ട് മാറി. സെൻറ്റ് സിറിൽ ഓഫ് അലക്സാൻഡ്രിയ പറയുന്ന കാര്യം, മിശിഹ ശക്തനാണ്. മിശിഹായുടെ ശക്തി എല്ലായിടത്തും ഉണ്ട്. കർത്താവിൻ്റെ ക്രൈസ്റ്റ് ഈസ് ഓൾ പവർഫുൾ. പക്ഷേ കർത്താവിൻ്റെ ശക്തിയെ നമുക്കായി തുറന്നു തരുന്ന ഈ ചാനലാണ് വിശ്വാസം. കർത്താവ് അവിടെ ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ഇത് കിട്ടുകയില്ല, ഈ കൃപ കിട്ടുന്നില്ല. എന്താ കാര്യം? അതിനെ നമുക്ക് തുറന്നു കിട്ടുന്ന ചാനലാണ് വിശ്വാസം. അപ്പോൾ ക്രൈസ്റ്റ് പവർ ഈസ് എവരിവെയർ. അതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ വിശ്വാസത്തോടെ സമീപിക്കുന്നവരിലേക്കാണ് അത് ഒഴുകിയിറങ്ങുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ അത് നമ്മുടെ ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്. അതാണ് ഈ സിറിൽ ഓഫ് അലക്സാൻഡ്രിയൊക്കെ പറഞ്ഞു തരുന്ന കാര്യം. അതാണ്, ഇറ്റ്സ് അപ്പോൺ യു, ഇറ്റ്സ് യുവർ ഡിസിഷൻ, യുവർ ചോയ്സ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം കണ്ട നിയമാവർത്തന പുസ്തകം ഇന്നത്തെ 1ാമത്തെ വായനയിൽ പറയുന്നുണ്ട്, നിന്റെ മുമ്പിൽ അനുഗ്രഹവും ശാപവും ഞാൻ വെക്കുന്നുണ്ട്. രണ്ടിൻ്റെ സാധ്യത മുമ്പിൽ വെക്കുന്നുണ്ട്. അനുഗ്രഹം ഓപ്റ്റ് ചെയ്യണോ അങ്ങനെ, ശാപം ഓപ്റ്റ് ചെയ്യണോ അങ്ങനെ. ഇറ്റ്സ് അപ് ടു യു. നിനക്കതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ നൽകിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, കർത്താവിൻ്റെ വഴിയെ നടക്കാൻ ആഗ്രഹിക്കുന്നതിന് 32ാമത്തെ വാക്യം, ഇന്നു ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കാൻ, നിയമവചനം അനുസരിച്ച് ജീവിക്കുന്നവൻ ഈ അനുഗ്രഹത്തിൻ്റെ വഴിയെ പോകും, കർത്താവിൻ്റെ വഴിയെ നടക്കും. കർത്താവിൻ്റെ വഴിയെ നടക്കുന്നവൻ ലക്ഷണമാണ് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ കാണുന്ന ആത്മാവിൻ്റെ വ്യാപാരങ്ങൾ. ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ അകലം പാലിക്കാനും ആത്മാവിൻ്റെ ഫലങ്ങൾ വളർത്താനും പ്രത്യേകം ശ്രദ്ധയുള്ളവരാകുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം നമ്മൾ കേട്ട ഈ വചനഭാഗം വീണ്ടും കേൾക്കാനും ഇതൊന്നുകൂടെ ധ്യാനിക്കാനും, ഇതിനകത്തൊന്നു മതി, ഒരു കാര്യം മതി നമുക്ക് സ്വസ്ഥതയോടെ ധ്യാനിക്കാൻ. പ്രത്യേകിച്ച് വേണമെങ്കിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം, മകളെ എന്ന് വിളിച്ച ഭാഗം. ഒത്തിരി റിജക്ഷൻ്റെ പെയിൻ അനുഭവിക്കുന്നവർ, കർത്താവെ എന്നെ നിൻ്റെ കുടുംബത്തിൻ്റെ ത്രിത്വ കൂട്ടായ്മയുടെ ഭാഗമാക്കണമേ, മകളെ മകനെ എന്നെയും വിളിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒഴിവാക്കപ്പെട്ടവൻ്റെ തഴയപ്പെട്ടവൻ്റെ മഹത്വത്തെ ഉയർത്തുന്ന കർത്താവിൻ്റെ നോട്ടം, ആ കണ്ടുമുട്ടൽ, അതിനുവേണ്ടി ആഗ്രഹിക്കാം. ഫ്ലഷ് ടച്ച്ഡ് ഫ്ലഷ്, ബട്ട് ഫെയ്ത്ത് വിൽ ടച്ച് ക്രൈസ്റ്റ്. വിശ്വാസത്തോടെ മിശിഹായെ തൊടാൻ നമുക്കൊരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം, ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.